ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 2026-2027 കാലഘട്ടം ജീവിതത്തിൽ പല നിർണായക മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന അതിപ്രധാനമായൊരു സമയമാണ്. 2026-ന്റെ ആദ്യ പകുതിയിൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് മാറി അവിടെ ഉച്ചത്തിൽ തുടരുന്ന കാലമാണിത്. അതോടൊപ്പം ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യപാദം ചിങ്ങക്കൂറിലും അവസാന 3 പാദങ്ങൾ കന്നിക്കൂറിലുമാണ് ഉൾപ്പെടുന്നത് എന്നതിനാൽ ശനിയുടെ മീനം രാശിയിലെ സഞ്ചാരം യഥാക്രമം അഷ്ടമശനിയുടെയും കണ്ടകശനിയുടെയും ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ടുതന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടങ്ങളേക്കാൾ കഠിനാധ്വാനത്തിലൂടെയുള്ള സ്ഥിരതയാണ് ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നത്. ദീർഘകാലമായി തടസ്സപ്പെട്ടുകിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ നിരന്തര പരിശ്രമത്താൽ ഇപ്പോൾ നടക്കാൻ തുടങ്ങും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടുമെങ്കിലും അനാവശ്യ ചിലവുകൾ കർശനമായി നിയന്ത്രിക്കുന്നതുവഴി വലിയ കടബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും എന്നത് എടുത്തു പറയേണ്ടൊരു കാര്യമാണ്. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമെങ്കിലും അതോടൊപ്പം ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദവും അലച്ചിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകേണ്ടതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നതിനാൽ പ്രത്യേകിച്ച് ഉദര നാഡീസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ശല്യം കുറയുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിലെപ്പോഴും സംയമനം പാലിക്കേണ്ടതാണ്. കോടതി കാര്യങ്ങളിലും ദീർഘകാലമായി നിലനിൽക്കുന്ന നിയമപ്രശ്നങ്ങളിലും അനുകൂലമായ വിധികൾക്കായി അല്പം കൂടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇതൊരു പൊതുവായ ഗോചരഫലം മാത്രമാണെന്നും ഓരോ വ്യക്തിയുടെയും ജനനസമയത്തെ കൃത്യമായ ഗ്രഹനില, ലഗ്നം, നടക്കുന്ന ദശാപഹാരങ്ങൾ, ജാതകത്തിലെ മറ്റു യോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ സ്വാഭാവികമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി സ്വാധീനിക്കുന്ന ഈ വിശേഷപ്പെട്ട ഗ്രഹമാറ്റങ്ങളുടെ സൂക്ഷ്മമായ ഗുണദോഷ മാസഫലങ്ങളിലൂടെ നമുക്കൊന്ന് വിശദമായി സഞ്ചരിക്കാം. ഈ കാലയളവിലെ മാസഫലങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചിങ്ങം മാസം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്ന അതിവിശേഷമായ ഒരു കാലമാണ്. സൂര്യൻ സ്വക്ഷേത്രത്തിൽ അതീവ ബലവാനായി നിൽക്കുന്നതിനാൽ തൊഴിലിടത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും മേലധികാരികളിൽ നിന്ന് വലിയ പ്രശംസയും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും. പുതിയ ബിസിനസ് ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താനും ഈ സമയം വളരെ ഉത്തമമാണ്. തുടർന്നുവരുന്ന കന്നിമാസം സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ ധനപരമായ വരവ് വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചില ചിലവുകളും വന്നുചേരുന്നതാണ്. അതിനാൽ വരവും ചിലവും തമ്മിൽ കൃത്യമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. കൂടാതെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതിയായ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള ക്ഷീണമോ അലസതയോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ വിശ്രമം ഉറപ്പുവരുത്തണം. തുലാം മാസം ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ സൂര്യൻ നീചത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഔദ്യോഗിക രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി യാതൊരുവിധ തർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഭൂമി, വാഹനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ വഴി തെളിയുന്നതാണ്. വൃശ്ചികം മാസം നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ മികച്ച അവസരം ലഭിക്കുകയും ചെയ്യും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കുന്ന സമയമാണ്. എങ്കിലും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ വ്യക്തികളുടെ പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറെക്കാലമായി കാത്തിരിക്കുന്ന മത്സര പരീക്ഷകളിൽ
ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഈ മാസം ഏറെ അനുകൂലമാണ്. ധനുമാസം ഡിസംബർ 16 മുതൽ ജനുവരി 14 വരെ ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ തികച്ചും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. സ്ഥാനക്കയറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വലിയ സ്ഥിരത കൈവരിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് വലിയ തുകകൾ കടങ്ങൾ കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മകരം മാസം ജനുവരി 15 മുതൽ ഫെബ്രുവരി 12 വരെ കുടുംബത്തിൽ വളരെ മനോഹരമായ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യത കാണുന്നു. അവിവാഹിതരായവർക്ക് അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹകാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കാനും ഈ സമയം വളരെ നല്ലതാണ്. എന്നാൽ ദാമ്പത്യത്തിലുള്ളവർ ഈ കാലയളവിൽ പരസ്പരം കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. കുംഭം മാസം ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം മൂലം ചില അപ്രതീക്ഷിത യാത്രകൾ ജീവിതത്തിൽ ആവശ്യമായി വരും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിസ സംബന്ധമായ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും ഈ മാസം വളരെ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മീനം മാസം മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്ന് വളരെ മികച്ച ലാഭം ലഭിക്കുന്നതാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി ചേർന്ന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സുവർണാവസരമുണ്ടാകും. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയും നിങ്ങൾക്ക് മാനസികമായ വലിയ സമാധാനം ലഭിക്കുകയും ചെയ്യും. എങ്കിലും പിതാവിൻ്റെയോ കുടുംബത്തിലെ മറ്റു മുതിർന്ന വ്യക്തികളുടെയോ ആരോഗ്യകാര്യങ്ങളിൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകേണ്ടത് അനിവാര്യമാണ്. തുടർന്നു വരുന്ന മേടം മാസം ഏപ്രിൽ 15 മുതൽ മെയ് 14 വരെ സൂര്യൻ ഉച്ചത്തിൽ അതീവ ശക്തനായി നിൽക്കുന്ന സമയമായതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും ഇരട്ടിക്കുന്നതാണ്. സർക്കാരിൽ നിന്നോ മറ്റ് ഔദ്യോഗിക തലങ്ങളിൽ നിന്നോ നിങ്ങൾക്കു ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ ഈ സമയത്ത് വേഗത്തിൽ ലഭിക്കും. ഇടവം മാസം മെയ് 15 മുതൽ ജൂൺ 16 വരെ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായ സമയമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും അപ്രതീക്ഷിത നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വലിയ നിക്ഷേപങ്ങൾ ഈ സമയത്ത് തീർച്ചയായും ഒഴിവാക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെയുള്ള നിങ്ങളുടെ ഇടപെടലുകൾ വഴി അവ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. മിഥുനം മാസം ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ തൊഴിൽ രംഗത്ത് എക്കാലത്തെയും മികച്ച നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കുന്ന അതിവിശേഷപ്പെട്ടൊരു മാസമാണ്. സ്വന്തമായി ബിസിനസ്സു ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകാരിൽ നിന്ന് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ ഈ മാസം വളരെയധികം അനുകൂലമാണ്. കർക്കടകം മാസം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നഷ്ടപ്പെട്ട മാനസികമായ സമാധാനവും ശാരീരികമായ ഉന്മേഷവും തിരികെ ലഭിക്കുന്ന അതിമനോഹരമായൊരു സമയമാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഈ സമയത്ത് പൂർണ്ണമായ മോചനം ലഭിക്കുന്നതാണ്. ആത്മീയമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വർദ്ധിക്കുകയും ജീവിതത്തിൽ കൂടുതൽ കൃത്യതയും ചിട്ടയും അച്ചടക്കവും കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മുഴുവനായും വിലയിരുത്തുമ്പോൾ ഈ 2026-2027 കാലഘട്ടം ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സുപ്രധാന കാലഘട്ടമാണ്. വ്യാഴത്തിന്റെയും ശനിയുടെയും ഗോചരസ്ഥിതി സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതാണെങ്കിലും നിങ്ങളുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയിലൂടെ ഏതു വലിയ ലക്ഷ്യവും സ്വന്തമാക്കാൻ കഴിയും. സാമ്പത്തികമായ അച്ചടക്കം കർശനമായി പാലിക്കുകയും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ അല്പം ക്ഷമയും വിനയവും കാണിക്കുകയും ചെയ്താൽ ഈ വർഷം വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദശാപഹാരങ്ങൾ മോശമായി നിൽക്കുന്നവർ നിത്യവും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും ക്ഷേത്രദർശനം ശീലമാക്കുകയും ചെയ്യുന്നത് ഏതൊരു വലിയ ദോഷങ്ങളെയും ലഘൂകരിക്കാൻ സഹായിക്കും.
പൂർണ്ണമായ സമർപ്പണത്തോടെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെയും കർമ്മരംഗത്തുറച്ചുനിന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും വളരെ എളുപ്പത്തിൽ മറികടന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എപ്പോഴും വളരെ പോസിറ്റീവായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിലെ അതിപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരോടോ ഈ മേഖലയിൽ അനുഭവസമ്പത്തുള്ളവരോടോ വ്യക്തമായ ഉപദേശം തേടുന്നത് അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പരമ്പരാഗത ജ്യോതിഷ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ വഴികാട്ടിയാകട്ടെ. നിങ്ങൾക്കു ലഭിക്കുന്ന ഈ സമ്പൂർണ്ണ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഗുണപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.